മണ്ണാർക്കാട് ലീഗിൽ ചാനൽ യുദ്ധം. വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കളുടെ ചാനലുകളിലെ പ്രതികരണങ്ങൾ ചർച്ചാ വിഷയമായി. പ്രാദേശികവാദവും MLA അനുകൂലിക്കുന്ന നിലപാടുകളും തമ്മിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ കടുത്ത വാദപ്രതിവാദങ്ങളാണ് നടന്നത്. ചാനലുകൾക്ക് മുന്നിൽ അനാവശ്യ പ്രതികരണം നടത്തിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം പ്രതികരിച്ചത് ജില്ലാ പ്രസിഡന്റാണെന്നും നടപടി അദ്ദേഹത്തിനെതിരെയാണ് വേണ്ടതെന്നും മറുവിഭാഗം തിരിച്ചടിച്ചു. അജണ്ടകൾ നിശ്ചയിക്കാതെയാണ് യോഗം ചേർന്നതെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം, SIR, ചന്ദ്രിക പ്രചരണം എന്നീ അജണ്ടകൾ മുൻനിർത്തിയാണ് യോഗം ചേർന്നതെന്ന് മറുവിഭാഗം വിശദീകരിച്ചു. അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും തർക്കം നിലനിൽക്കുന്നു. പ്രാദേശിക സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചു നിന്നു. എന്നാൽ വിജയ സാധ്യത കണക്കിലെടുത്ത് നിലവിലെ MLA തന്നെ മത്സരിക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതത് പഞ്ചായത്തുകളിലെ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം അഭിപ്രായം പറയേണ്ടതല്ലെന്നും അതത് പഞ്ചായത്ത് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് വിവരം മണ്ഡലം കമ്മിറ്റിയെ അറിയിക്കട്ടെ എന്നും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ചാനലുകളിൽ MLAക്ക് അനുകൂലമായി സംസാരിച്ചത് യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെയെങ്കിൽ മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളും വ്യക്തിപരമായി കണക്കാക്കണമെന്ന് എതിർവിഭാഗം വാദിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ തീരുമാനമാകാതെയാണ് യോഗം പിരിഞ്ഞത്. പ്രാദേശികവാദവും MLAയെ അനുകൂലിക്കുന്ന നിലപാടും തമ്മിലുള്ള പോര് തുടരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരാനാണ് സാധ്യത.